ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കേ ഇല്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെ പോണം കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എപ്പോൾ എൻ്റെ താനും എൻ്റെ കൂടെ ഉണ്ടാവുന്നതല്ലേ. അപ്പം ഇന്ന് മോനെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഇന്ന് മോനെ കൂട്ടാണ്ട് പോന്ന്. 2 ദിവസം മുന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മോനെ ആരെടുത്ത് ആക്കല് എങ്ങനെയാ പോവാന്നല്ലോ. പക്ഷെ എനക്കും താനൂനും റിയാന്നുള്ള ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ റിയ ഇന്ന് ലീവ് എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നതല്ലേ. നേരെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് പോയി. എൻ്റെ ആവശ്യം ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കടയിൽ പോയിട്ട് നല്ല ചൂട് ചായ എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ റിയും താനും വന്നിട്ടാ. താനോട് തലേന്നേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിന് ഇങ്ങനെ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം, നീ കരയാൻ പാടില്ല, ഉപ്പ രാവിലെ നിന്നെ എണീപ്പിക്കും എന്നെല്ലാം റീ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഓൻ എണീച്ചപ്പം വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. താനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളിടത്തേ ഓൻ നിൽക്കൂലും. അതായത് ഒന്നെങ്കിൽ റിയ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി. അനിയത്തി ഇപ്പൊ സ്ഥലത്തില്ല, അതാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിനി. അങ്ങനെ നമ്മളൊരു കഫേയിൽ കയറി ഫുഡെല്ലാം കഴിച്ചേട്ടാ. ഇനി നമ്മൾ മൂന്നാളും നേരെ